സാന്നിധ്യം ഇവിടെ യാഥാർത്ഥ്യമാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെല്ലാവരേക്കാളും വലിയവനാണ്, അവനെല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഗം തീരുന്ന ദിവസങ്ങളിലല്ല അനുഗ്രഹം, തുടങ്ങുന്ന ദിവസമേ അനുഗ്രഹമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ദൈവജനം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന സകല ദൈവമക്കളെയും ദൈവം ശക്തീകരിക്കും. അഭിഷിക്തന്മാരായ ദൈവഭൃത്യന്മാരെ ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ചതിലൂടെ ദൈവിക ആലോചനകൾ കർത്താവ് ഈ ദിവസങ്ങൾ നമുക്ക് നൽകും. ഈ കോൺഫറൻസിന്റെ കൺവീനറായിരിക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് വളരെ ബഹുമാന്യരായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് ജോർജ്, ബ്രദർ സാം തോമസ്, ജോർജ് സാമുവൽ, അവരെ ഓർത്ത കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നാഷണൽ കമ്മിറ്റിയെയും ലോക്കൽ കമ്മിറ്റിയെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ ക്രിസ്തുവിൽ എനിക്ക് വളരെ പ്രിയ പാസ്റ്റർ പി ഫിലിപ്പ് അധ്യക്ഷം വഹിക്കുന്നു. പാസ്റ്റർ ബാബു ചെറിയാൻ, റവർ ഡോക്ടർ ബേബി വർഗീസ്, പ്രിയ ജോർജ് മച്ചായൻ, മാത്യു ശമൽച്ചായൻ, മറ്റെല്ലാവരും കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നമ്മൾ എന്തോ കൊടുക്കുന്നു അതനുസരിച്ച് കിട്ടത്തുള്ളൂ. ഹലോ, ശക്തിയുള്ള സ്തുതിയും സ്തോത്രം ഇന്ന് രാത്രി അർപ്പിച്ചാൽ ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കൾ 2 പേർ തമ്മിൽ കാണുമ്പോൾ ഒരാൾ പറയും മാറാനാഥ എന്ന്. കേൾക്കുന്നയാളൊരു ദൈവവൈദ്യരാണെങ്കിൽ അദ്ദേഹം പ്രതികരിക്കും അനാഥമായെന്ന്. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നതാണ്. അനാഥമായെന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവരാണെന്നാണ്. ഞാൻ വിചാരിക്കുന്ന ഈ 3-4 ദിവസം ഈ കോൺഫറൻസ് ഹാളിൽ, ഈ ഓഡിറ്റോറിയത്തിൽ, ഭക്ഷണശാലയിലൊക്കെ നമ്മളത് കേൾക്കാൻ പോവുകയാണ്. കാണുമ്പോൾ പറയണം മാറാനാഥ എന്ന്. ഹലോ, അങ്ങോട്ടും കാണുമ്പോൾ പറയണം മാറാനാഥ എന്ന്. പ്രതികരിക്കുന്ന ആൾ പറയണം അനാഥമായെന്ന്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ സഭകളിൽ, ഈ രാജ്യത്തെ, ലോകം മുഴുവൻ അതിശക്തമായ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എനിക്ക് സംഘാടകരെ ഓർത്ത് വളരെ നന്ദിയുണ്ട്. പാസ്റ്റർ ജെയിംസ് ജോർജ്, സാം തോമസ്, ജോജി, ഇവരൊക്കെ എനിക്ക് ക്രിസ്തുവിൽ വളരെ പ്രിയരാണ്. ഈ ബുക്കിൽ പ്രിന്റ് ചെയ്തിട്ടില്ലെങ്കിലും ഓരോ ദിവസത്തെ ഈ യോഗങ്ങൾക്ക് ഓരോ ദൈവദാസന്മാരും ശുശ്രൂഷിക്കുവാൻ ഓരോ പ്രത്യേക ടൈറ്റിലിൽ അവരെ വിഷയ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയം പ്രിപ്പയർ ദ ചർച്ച് ഇൻ മിഷൻ ആൻഡ് വിഷൻ ഫോർ എ ഗ്രേറ്റ് ഹാർവെസ്റ്റ് എന്നുള്ളതാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികളും ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ സഭയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിഷയം ലഭിച്ച ദിവസം മുതൽ പ്രാർത്ഥിച്ച് കർത്താവിനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്. കർത്താവിന്റെ അരുളപ്പാട് അത് കേൾക്കുവാനുള്ള ഹൃദയത്തോടാണോ നിങ്ങൾ ദൈവസന്നിധിക്കുന്നത്? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ട് എല്ലാവരും കർത്താവിനെ. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസംഗം വരും. പക്ഷേ നിങ്ങൾ സ്തോത്രം പറയുന്നത് നല്ല കാര്യമാണ്. കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം പറയും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുന്നതാണ് വളരെ നല്ല കാര്യം. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ ബന്ധപ്പാടോടുകൂടെ ജോലിക്ക് പോകുന്ന സമയത്ത് കാർ ആക്സിഡന്റ് ഉണ്ടായി. തന്റെ കാറിൽ വേറൊരു കാറുകാരൻ വന്നിടിച്ചു. തനിക്ക് ഭയങ്കര ഇറങ്ങി ഓടിച്ചെന്ന് മറ്റേ കാറുകാരനോട് ചോദിച്ചു, ഇന്ന് 4ാമത്തെ കാറാണ് എന്നെ ഇടിക്കുന്നതെന്ന്. ഇത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6ാമത്തെ വാക്യവും ഞാൻ വായിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സസ് 6, 7 and 8. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. Verse 8, please listen carefully. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രസ്താവനയാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇനി വാക്യം വായിക്കേണ്ട, എന്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി. ഓക്കെ, വളരെ
വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ്, നമുക്ക് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവെ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങൾ കൂടെ നടക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച, ഉള്ളിൽ കാത്തിരുന്ന, ഉള്ളിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. നീ ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും, റെസ്റ്റോർ ചെയ്യും എന്ന് ഞങ്ങൾ കാത്തിരുന്നു. ഈ കാലത്താണോ നീ അത് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് യേശു പറയുന്ന മറുപടിയാണ് 8ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എന്താണ് ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത്? എന്താണ് കർത്താവ് പറഞ്ഞത്? ശ്രദ്ധിക്കൂ. ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത് അറ്റ്ലീസ്റ്റ് 5 കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് വൺ, they were expecting, they were thinking and asking for an earthly kingdom. ഇവിടെ ഭൗമികമായ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത്, ഒരു ടെമ്പറൽ കിങ്ഡത്തിന് വേണ്ടി. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. സെക്കൻഡ് വൺ, ഒരു ടൈം ബൗണ്ട് കിങ്ഡത്തിന് വേണ്ടി, കാലഘട്ടം കൊണ്ട് കിരീടം മാറി വരുന്ന, സിംഹാസനം മാറി വരുന്ന ഒരു ടൈം ബൗണ്ട് രാജ്യത്തിന് വേണ്ടിയാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. 3, ഒരു പൊളിറ്റിക്കൽ കിങ്ഡത്തിന് വേണ്ടിയാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ച് ചോദിക്കുന്നത്. 4, എത്നിക്കലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമുള്ള, ഹീബ്രു മാത്രമുള്ള, യഹൂദന്മാർ മാത്രം അടങ്ങിയിരിക്കുന്ന, എത്നിക്കലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. 5, ജോഗ്രഫിക്കലി റെസ്ട്രിക്റ്റഡ്, ദാൻ മുതൽ ബർഷേബ വരെയൊക്കെയുള്ള ഇസ്രായേലിന്റെ പരിധിക്കകത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച് മിനിമം 5 പ്രതീക്ഷകളായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എർലി കിങ്ഡം, ടൈം ബൗണ്ട് കിങ്ഡം, പൊളിറ്റിക്കൽ, എത്നിക്കലി റെസ്ട്രിക്റ്റഡ് ഓർ ജോഗ്രഫിക്കലി റെസ്ട്രിക്റ്റഡ് കിങ്ഡത്തിന് വേണ്ടി ശിഷ്യന്മാർ ആഗ്രഹിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പറയുന്ന രാജ്യം അതല്ല. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ പറയുന്ന രാജ്യം അതല്ല, ഇസ്രായേലിന്റെ അതിര് കടന്നു പോകുന്ന ഒരു രാജ്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സ്പിരിച്വൽ കിങ്ഡമാണ്. ഇത് സിംഹാസനം വെക്കുന്ന രാജ്യമല്ല, ഇത് ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന രാജ്യമാണ്. Where there is the kingdom of God, there is the reign of God. Where there is the reign of God, there is the kingdom of God. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സിംഹാസനം ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ രാജ്യമുണ്ട്. എത്രവർക്ക് ദൈവത്തിന്റെ സ്തോത്രം പറയാൻ പറ്റി? കുഞ്ഞ് ദാൻ മുതൽ ബർഷേബ വരെ നിൽക്കുന്ന ഒരു സിംഹാസനത്തെ കുറിച്ച്, ഒരു രാജ്യത്തെ കുറിച്ചാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്റെ കർത്താവ് പറഞ്ഞു, ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഒരുപക്ഷെ അന്റാർട്ടിക്കയും ഒക്കെ കടന്നു പോകുന്ന ഒരു സിംഹാസനം, ഒരു രാജ്യത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു രാജാവിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാജാക്കന്മാരായി തീരാൻ പോകുന്ന ഒരു രാജ്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാകുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയണം. സ്പിരിച്വൽ കിങ്ഡം. സെക്കൻഡ് വൺ, പവർഫുൾ കിങ്ഡം. ഇസ്രായേലിലെ രാഷ്ട്രം എപ്പോഴും പവർഫുൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. രാജാവ് ബലഹീനനാകുമ്പോൾ ശത്രു രാജ്യം വന്ന് ആക്രമിക്കും. യേശു പറഞ്ഞു, ഞാൻ പറയുന്ന രാജ്യം പവർഫുൾ കിങ്ഡമാണ്. ഇതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിൽ ഉണ്ടാകില്ല. വിശ്വസിക്കുന്ന ദൈവവേദന ഇന്ന് രാത്രി നീ ശക്തിയോട് പറയണം, എന്റെ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല. 3, യേശു പറഞ്ഞത് വേൾഡ് വൈഡ് കിങ്ഡം ആയിരുന്നു. Praise God. വേൾഡ് വൈഡ് കിങ്ഡം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ സംഭാഷണത്തിൽ ഏറ്റവും മിനിമം, ഏറ്റവും കുറഞ്ഞത് 5 വിധത്തിലുള്ള വേലിക്കെട്ടുകളെ യേശു തകർക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് തന്ന സബ്ജക്റ്റിനകത്ത് നിന്ന് ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ ഗൗരവമായി ശ്രദ്ധയോടുകൂടിയിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 5 വിധത്തിലുള്ള വേലിക്കെട്ടുകളെ യേശു തകർക്കുകയായിരുന്നു. He was breaking at least 5 barriers. First one, religious. യഹൂദനും ശമര്യനും എന്നുള്ള റിലീജിയസ് ബാരിയറിനെ യേശു തകർത്തു. സെക്കൻഡ് വൺ, റേഷ്യൽ ബാരിയർ യേശു തകർത്തു. 3, ജെൻഡർ ബാരിയർ യേശു തകർത്തു. ലിംഗ്വിസ്റ്റിക് ബാരിയർ യേശു തകർത്തു. ഏറ്റവും ഒടുവിൽ യേശു തകർത്തത് കൾച്ചറൽ ബാരിയറുകളെയായിരുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5 വേലിക്കെട്ടുകളെ കർത്താവ് തകർക്കുകയായിരുന്നു. ദൈവരാജ്യത്തിന്റെ പ്രതിഫലനം അവിടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. കർത്താവിനെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഞാൻ കുറെ വാക്കുകളിലൂടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. God used Jesus Christ as an instrument in his hand to reconcile this world with God. But nowadays he uses his church as an instrument to reconcile this world with God. ശ്രദ്ധിക്കുക, ദൈവം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കാൻ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം ഉപയോഗിക്കുന്നത് അവന്റെ സഭയാണ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, വ്യക്തികളുടെ കാര്യമല്ല. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കണം. പിതാവ് തന്റെ പുത്രനെ അയച്ചതുപോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ ചേർന്ന് തന്റെ സഭയെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ ദൈവം അയച്ചിരിക്കുന്ന തന്റെ സഭ ലോകത്തെ കീഴടക്കുന്ന സഭയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം
ചെയ്യണം. നിങ്ങൾക്കറിയാമോ, ഞാൻ കേരളക്കരയിൽ കർത്താവിന് മഹത്തരമായ വേല ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ ദേശത്തെ സകല പൈശാചിക ശക്തികളും കൂടെ ഒരുമിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് വേറുറയ്ക്കത്തില്ലെന്ന്, ഇവിടെ ഇത് നടത്തില്ലെന്ന്, ഇവിടെ ഇത് വളരത്തില്ലെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, പറഞ്ഞവരെല്ലാം വേര് പറഞ്ഞു പോയെങ്കിലും ദൈവത്തിന്റെ സഭയോടെ വേരുറച്ചു. എന്താ കാര്യമെന്നറിയാമോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിലെ നിന്നെ പറിച്ചു കളയാൻ ലോകത്തിലെ എത്ര വലിയ ശക്തികൾ എഴുന്നേറ്റാലും എന്റെ ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഞാൻ ജോൺ ആർ സ്റ്റുവർട്ട് എന്ന ദൈവദാസൻ പറഞ്ഞ ഒരു കോട്ട് കഴിഞ്ഞ ദിവസം വായിച്ചു. We must never issue an appeal without first making the proclamation. ചില യോഗങ്ങളിലൊക്കെ ഇനി ആരുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അവർ പറഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? We must never issue an appeal without first making a proclamation. എന്താ നമ്മുടെ പ്രൊക്ലമേഷൻ? അപ്പോസ്തോലിക് പ്രീച്ചിങ്ങിൽ അറ്റ്ലീസ്റ്റ് 7 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്ന് അവർ പ്രസംഗിച്ചു. 2, യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണെന്ന് അവർ പ്രസംഗിച്ചു. 3, യേശു ക്രിസ്തു മരിച്ചു അഥവാ ക്രൂശീകരിക്കപ്പെട്ടു എന്നവർ പ്രസംഗിച്ചു. യേശു അടക്കപ്പെട്ടെന്ന് അവർ പ്രസംഗിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നെന്ന് പ്രസംഗിച്ചു. യേശു ഇനി വേഗം വരുമെന്ന് പ്രസംഗിച്ചു. ഈ 7 കാര്യങ്ങളാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? The coming of Christ was the fulfillment of Old Testament prophecies. Christ was born of the seed of David. So third one, he died for our sins or the sins of the mankind. Christ was buried. He rose again on the third day, ascended to heaven and seated on the right hand of the heavenly Father, and he will come again. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ മുഴുവൻ നിങ്ങൾ നോക്കുക. ഈ പ്രൊക്ലമേഷൻ ഇല്ലാതെ അപ്പീൽ നടത്തിയാൽ ഇനി ആരുണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ സാമുദായിക കോട്ടകളെ തകർത്തത് സുവിശേഷത്തിന്റെ ശക്തിയായിരുന്നു. ഈ 7 കാര്യങ്ങൾ അതിശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോസ്തല പിതാക്കന്മാർ, ഇന്ന് രാത്രി ശ്രേഷ്ഠന്മാർ, വലിയ ഭൃത്യന്മാർ ഇവിടെ ഉണ്ട്. അവർ കേരളക്കരയെ പ്രകമ്പനം കൊള്ളിച്ച ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ സാമുദായിക കോട്ടകളെ തകർത്തുകൊണ്ട് 100 കണക്കിന് ആളുകൾ മുൻപോട്ട് വന്നു. എന്താ കാര്യമെന്നറിയാമോ? പ്രസംഗിച്ച ആളിന്റെ ശക്തി കൊണ്ടല്ല, വചനത്തിന്റെ ശക്തി കൊണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ദൈവം ഇതിനെ ഇന്ന് രാത്രിയിലും അത് വർക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറയണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കപ്പലിനടിയിൽ കിടക്കുന്ന ഒരു പ്രവാചകനെ എന്റെ ഓർമ്മയിൽ വരുന്നത്. ഞാനത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. ഇളകി മറിയുന്ന കപ്പൽ, ആ സമുദ്രത്തിലൂടെ പോകുന്ന കപ്പൽ ലോകമാണെങ്കിൽ അതിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്നത് സഭയാണ്. ഒന്നുകൂടെ പറയാം, ഇളകി മറിയുന്ന ലോകമായിട്ട് കപ്പലിനെ ചിത്രീകരിച്ചാൽ അതിന്റെ അടിയിൽ കിടന്നുറങ്ങുന്ന യോനയെ സഭയോടെ നമുക്ക് ചിത്രീകരിക്കാം. കുഞ്ഞെ, സഹോദര, സഹോദരി, ഈ കാലഘട്ടത്തിൽ ഇളകി മറിയുന്ന ലോകമാണിത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറെ കാര്യങ്ങളോട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെഡ്ലി ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്, ക്യാൻസർ ആൻഡ് സോ ഓൺ, ടെററിസം, സോഷ്യൽ ഈവിൾസ് ലൈക്ക് സെയിം സെക്സ് മാരേജ്, അബോർഷൻ, ക്ലോണിംഗ്, എക്സെട്രാ, ഫാമിൻ ആൻഡ് പെസ്റ്റിലൻസ്, വയലൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻസ്, കറപ്ഷൻസ് ആൻഡ് എക്സ്പ്ലോഷൻസ്. ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ ലോകം ഇളകി മറിയുക, അതിന് നടുവിൽ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിയ, പലരും സ്വതന്ത്രം പറഞ്ഞില്ല, അതിന് നടുവിൽ നമ്മൾ സുഖമായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങിയ. ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടോ? ഈ രാത്രി നമ്മൾ കേട്ടല്ലോ, ഈ വാക്യം പറഞ്ഞത് ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ തിന്മയുടെ നേരെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ വാക്കാണ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമോസിന്റെ പ്രവചനത്തിൽ ദൈവത്തിന്റെ ശബ്ദത്തെ അരുളപ്പാടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഗർജനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഹം അലറുന്നു, ആർ മൗനമായിരിക്കും. ഇന്ന് രാത്രി പെന്തിക്കോസിന് നിറവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം കയ്യിലുള്ള സകല ദൈവമക്കളും ഈ ദേശത്തെ നോക്കി ഗർജിക്കുക, ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. സ്വർഗം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെങ്കിൽ മൗനമായിരിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തിയുള്ള സമയമാണ്. Surely a live dog is better than a dead lion. Hello. Praise God. നിങ്ങൾക്കറിയാമോ, ജോൺ നോക്സ് എന്ന് പറയുന്നൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ മുട്ടി വെച്ചിട്ട്, ജോൺ നോക്സ് പ്രാർത്ഥിച്ച ഒരു ദിവസം മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ലോർഡ് ഗിവ് മീ സ്കോട്ട്ലൻഡ് ഓർ ലെറ്റ് മീ ഡൈ. കർത്താവേ, സ്കോട്ട്ലൻഡ് എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. A church that doesn't witness the gospel it claims to believe is like a restaurant that serves no food, a hotel that has no beds,
a hospital that offers no medicine and an army that will not fight. ആഹാരമില്ലാത്ത റെസ്റ്റോറൻറ്റ് പോലെയോ, ബെഡില്ലാത്ത ഹോട്ടൽ പോലെയോ, ബെഡില്ലാത്ത ഹോട്ടൽ പോലെയോ, മെഡിസിൻ ഇല്ലാത്ത ഹോസ്പിറ്റൽ പോലെയോ, യുദ്ധം ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കുന്ന സൈന്യത്തെ പോലെയാണെന്ന് സുവിശേഷം പറയാത്ത സഭകൾ. എനിക്ക് തോന്നുന്നുള്ള സ്തോത്രം കൂടെ പോകുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉപയോഗിക്കണം കേട്ടോ. ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ കേട്ടോണം. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ ടൂൾസ് ടു ബിൽഡ് വിത്ത്, നോട്ട് ടോയ്സ് ടു പ്ലേ വിത്ത് ഓർ വെപ്പൺസ് ടു ഫൈറ്റ് വിത്ത്. നമുക്ക് തന്നിരിക്കുന്ന പ്രവചന ശുശ്രൂഷയൊക്കെ, നമുക്ക് തന്നിരിക്കുന്ന ദർശനവും വെളിപ്പാടും ഒക്കെ എന്താണെന്നറിയാമോ? ടു ബിൽഡ് ചെയ്യാനാണ്. ഇറ്റ്സ് നോട്ട് എ ടോയ് ടു പ്ലേ വിത്ത്. നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമല്ലെന്ന്. എ വെപ്പൺ ടു ഫൈറ്റ് വിത്ത്. യുദ്ധം ചെയ്യാനുള്ള ഒരു ആയുധമല്ലത്. ഇന്ന് രാത്രി ദൈവമക്കളെ ശ്രദ്ധിക്കണം. God never intended his church to be a refrigerator in which to preserve the perishable piety, but he intended it to be an incubator in which to hatch out converts. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞത് കുറെ മതഭക്തന്മാരെ ആളുകളെ സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്റർ അല്ലെന്ന്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന കുറെ മതഭക്തന്മാരെ സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്റർ അല്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന ഇൻക്യുബേറ്റർ ആണ്. ഹാച്ച് ഔട്ട് ചെയ്യാൻ, പുതിയ കൺവേർട്സിനെ പുറത്താക്കുന്ന ഒരു ഇൻക്യുബേറ്റർ ആണെന്നാണ് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇൻ ചർച്ച് പില്ലേഴ്സ് ഹാവ് ഗിവൺ പ്ലേസ് ടു പില്ലോസ്. എന്നാലും നമ്മുടെയൊക്കെ സഭകളിൽ ആ പ്രശ്നമില്ല, കാരണം ചെയർ ആയതുകൊണ്ട്. നാട്ടിലേക്ക് സഭാകളിൽ ചെന്ന് റൗണ്ടിൽ ഒരു കറുത്ത പാട് കാണാം. ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചാരി എന്ന് ഉറങ്ങുന്നതാണ്. A dead person in the air conditioned casket. എയർ കണ്ടീഷനായി, പക്ഷേ ജീവനില്ലെങ്കിൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അതിനകത്ത് അദ്ദേഹം ദേവദാസൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. കാസ്കറ്റ്സ് ആർ ദ വൺ പ്രോഡക്റ്റ് ഇൻ ദ വേൾഡ് ദാറ്റ് യു കാനോട്ട് ബൈ സെക്കൻഡ് ഹാൻഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ബിക്കോസ് ഡെഡ് പീപ്പിൾ ടെൻഡ് ടു സ്റ്റേ ഡെഡ്. കാരണം അത് കൈവശമാക്കിയവർക്ക് വിട്ടുതരാൻ മനസ്സില്ലെന്ന്. നമ്മുടെ സഭാകൂടുകൾ കാസ്കറ്റായി മാറരുത്. ചർച്ച് ഷുഡ് നോട്ട് ബി ജസ്റ്റ് ലൈക്ക് കാസ്കറ്റ്സ്. എത്ര AC ഉണ്ടെങ്കിലും, എത്ര പ്രകമ്പനമായ പ്രസംഗമുണ്ടെങ്കിലും, ലൈവിലി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കാസ്കറ്റ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യണം. മനസ്സിലാകുന്നവർ കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യണം. Today we see people, listen, today we see people more interested in having churches air conditioned than prayer conditioned. ഈ കോൺഫറൻസിന് വേണ്ടി കൈവക്കരുത്. ഈ കോൺഫറൻസിന് വേണ്ടി കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചെന്ന് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളിവിടെ ഉണ്ട്? ഈ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാനൊന്ന് ചോദിക്കുക, ഈ നേതൃത്വത്തിന് വേണ്ടി എനിക്കറിയാം, ഞാൻ മാർത്ഥമായിട്ട് പറയുക, കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായിട്ട് ഈ 3 ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിന് വളരെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അവർ ആത്മീകമായൊരു പോരാട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് അധ്വാനിക്കുകയായിരുന്നു. അവരുടെ കുടുംബത്തെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പ്രിയപ്പെട്ടവരെ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവുകൾ ഇവിടെ കണ്ട് കുറ്റം പറഞ്ഞു പോകരുത്. അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്ന ദൈവസഭ അവരെ ദൈവം ഉപയോഗിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയായിത്തീരണം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വില്യം ബൂത്തിന്റെ മകൾ ഇവാഞ്ചലിൻ ബൂത്തിനോട് ആളുകൾ ചോദിച്ചു, when she had first wanted to be the part of Salvation Army, അവരുടെ മറുപടി, very early, because I saw my parents working for their people, bearing their burdens day and night. They did not have to say a single word about Christianity. ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് ഒരു വാക്ക് പോലും അവർ പറയേണ്ടി വന്നില്ല. കാരണം അവർ ദൈവത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി ചെയ്തത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. This generation does not want a map, they want a life coach. GPS ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? നമ്മൾ ആർക്കെങ്കിലും വഴി കാണിക്കുന്ന ഒരു GPS കൂടെ തന്നെ വിടുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. They want a life coach. We keep offering them a new maps, worship sites, etc. when they are crying out for a personal guide. രാത്രി മുമ്പിൽ നിന്ന് മാതൃക കാണിക്കാൻ കുറെ പേരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ മടങ്ങി വരുന്നു. 136 സങ്കീർത്തനത്തിൽ സൂര്യനെ കുറിച്ച് എഴുതിയിരിക്കും. വായിക്കുന്ന എന്റെ മുഖത്തോട് നോക്കിയിരുന്നത് സൂര്യനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സൂര്യൻ വാഴുന്നു, പകൽ വാഴുവാൻ സൂര്യനെ വാഴുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. റെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. റൂൾ ചെയ്യുകയാണെന്ന. എങ്ങനെയാ സൂര്യൻ വാഴുന്നത്? അധികാരമില്ലല്ലോ. സൂര്യൻ വാഴുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, സർവീസിലൂടെ.
സേവനത്തിലൂടെ തന്നിൽ ഏൽപ്പിച്ച വെളിച്ചം ലോകത്തിൽ കൊടുക്കുന്നതിലൂടെ സൂര്യൻ ഇന്ന് വാണുകൊണ്ടിരിക്കുക. കർത്താവിനെ ആരാധിക്കുന്ന ദൈവവചനം, നിനക്ക് കസേര ഇല്ലെങ്കിലും നിനക്ക് വാഴാൻ പറ്റും. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല? കസേര ഇല്ലെങ്കിലും വാഴാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ വാഴാൻ പറ്റുന്നതെന്നറിയാമോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന സേവനത്തിലൂടെ. രണ്ട് മനുഷ്യവർഗമാണുള്ളത്. ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, മറ്റൊന്ന് ആമെ രക്ഷിക്കപ്പെടുന്നത്. ഇതിന് നടുവിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. ദൈവം നമ്മളെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ദൈവദാസൻ പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: God is always looking for fat people. FAT, ഫാറ്റ് എന്നോട് ക്ഷമിക്കണം കേട്ടോ. God is always looking for fat people. Fat people എന്നുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. F means faithful, A means available, T means trustworthy. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളത് ഫാറ്റ് പീപ്പിളിനെയാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഞാനിവിടെ വളരെ ഗൗരവമായിട്ട് ഇവിടെ കുറിച്ച് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആമേൻ. ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് ഇവിടെ മക്കളില്ലായിരുന്നു. ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് മക്കളില്ലായിരുന്നു. അവർ രണ്ടുപേരോട് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സന്തതിയെ തരാൻ പോകുകയെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, എല്ലാവരും ദൈവം പറഞ്ഞു സന്തതിയെ തരാൻ പോകുകയെന്ന് പറഞ്ഞു. ആമേൻ. റിബേക്കയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഗർഭവതിയായെന്ന് എഴുതിയിരിക്കുന്നത്. ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ഈ പിള്ളകൾ തമ്മിൽ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്. എനിക്ക് അതൊന്നും അല്ല എന്റെ വിഷയം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ നീ പ്രാർത്ഥിച്ചത്? ദൈവം അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, there are two nations. അയ്യോ, മനസ്സിലായില്ല? ദൈവം പറഞ്ഞു അവർ രണ്ട് രാഷ്ട്രങ്ങളാണെന്ന്, അവർ രണ്ട് ജാതികളാണെന്ന്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം നിനക്ക് ഒരു സന്തതിയല്ല തരുന്നത്, രണ്ട് രാജ്യങ്ങളെ തരാൻ പോവുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എല്ലാ സഭായോഗത്തിനും അറ്റ്ലീസ്റ്റ് ഒരു രാജ്യത്തിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാതെ ആരാധന നിർത്തരുത്. ഞങ്ങളുടെ സഭയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ആമി കംബോഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പാകിസ്ഥാന് വേണ്ടി പ്രാർത്ഥിച്ചു, ഓരോ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു രാജ്യത്തിന് വേണ്ടിയെങ്കിലും മധ്യസ്ഥത അണയ്ക്കാതെ ഒരു സഭായോഗം അവസാനിക്കരുത്. നീ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ രണ്ട് രാഷ്ട്രത്തെ നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? നീ ചോദിക്കുന്ന ഒരു സന്തതിയാണെങ്കിൽ ഒരു രാജ്യത്തെയാണ് ദൈവം നിനക്ക് തരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നടക്കത്തില്ല. ആമേൻ. അന്ത്യോക്യ സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെ ശൗലിനെയും ബർന്നബാസിനെയൊക്കെ വേർതിരിച്ചു. ഞാനിത് വായിച്ചപ്പോൾ ഓർത്ത് പോയി, ശരിക്കും ഉപവാസവും പ്രാർത്ഥന ഒരു സഭയ്ക്കകത്ത് നടന്നാൽ മിഷണറിമാർ വെളി വരും. എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കണമല്ലോ. ഞാൻ പെട്ടെന്ന് പറയട്ടെ, കുറെ ഹെൽപ്ഫുൾ തോട്ട്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് aside time to think about the future of your church. Develop fresh vision statement. Get together and set short-term and long-term strategic goals for your church. Attempt and expect great things. Prepare next group of leaders. Where are we going and how we go to get there? Remember that. It is easy to give birth than to raise the dead. അത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നില്ലേ? പ്രൈസ് ഗോഡ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാൾ പൊതുജീവിതങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതാണ് കുറെ കൂടെ എളുപ്പമായ കാര്യം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ പ്രവചനം 7:14 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടോ. That all the peoples means people of the different countries, all the peoples, nations and men of every language might serve him. ഇന്ന് രാത്രി കുറെ മലയാളികളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവം പറയുക, എല്ലാ രാജ്യക്കാരും എല്ലാ ഭാഷക്കാരും അവനെ സേവിക്കണം. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ കേൾക്കുന്ന ശബ്ദം നിങ്ങൾക്കറിയാമോ? Revelation chapter 7:9. After these things I looked, and behold, a great multitude which no one could number, of all nations, peoples, tongues, standing before the throne and before the Lamb, clothed with white robes, with palm branches in their hands. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറെ മലയാളികളെ അവിടെ കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, എല്ലാ ഭാഷകളിൽ നിന്നും, എല്ലാ വംശങ്ങളിൽ നിന്നും ഒരു വലിയ കൂട്ടം ജനത്തെ നമ്മളവിടെ കാണും. ഇന്ന് രാത്രിയിൽ IPC സഭകളോട് ദൈവത്തിന്റെ ആത്മാവിന് ദൂത് പറയാനുണ്ട്. ദേശത്തിന് മേൽ ദൈവത്തിന്റെ അയച്ചെങ്കിൽ രാജ്യങ്ങളെ നേടാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂതുണ്ട്. അത് വാക്യം മാത്രം വായിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവേ, ഇന്ന് രാത്രി ഈ സന്ദേശത്തിൽ ദൈവവചനത്തിൽ നിന്ന് വായിക്കേണ്ട ഭാഗം ഏതാണ്? വളരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ നിറങ്ങിയ വാക്യം ഞാൻ ഇന്ന് രാത്രി വിശദീകരിക്കാതെ വാക്ക് മാത്രം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 39 അധ്യായം 19 മുതൽ 25 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്, കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത്? ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ദൈവത്തിന്റെ സഭയ്ക്ക് ശക്തി കൊടുത്തതാരാണ്?
Glory to God. We have a supernatural power. Power from above. നമുക്ക് അമാനുഷിക ശക്തിയുണ്ട്. ദൈവത്തിന്റെ സഭയ്ക്ക് ആരാ ശക്തി കൊടുത്തത്? യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. എല്ലാവരും ഒന്ന് സ്തോത്രം പറയുന്നേ. ദൈവത്തിന്റെ സഭയെ തകർക്കാൻ ആര് പുറപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തകർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവരെ നോക്കിക്കൊണ്ട് നമുക്ക് ചോദിക്കാൻ ചോദ്യമുണ്ട്, നീയാണോ സഭയ്ക്ക് ശക്തി കൊടുത്തത്? ഇതിന്റെ പിന്നിൽ വില കൊടുത്തിയ ഒരാളുണ്ട്, യേശുവിന്റെ സഭയാണത്. കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തത്? അടുത്തത് 20-ാമത്തെ വാക്യം, നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? ലോകത്തിൽ ദൈവത്തിന്റെ സഭയെ തകിടം മറിക്കാൻ കഴിയുന്ന ഒരു സിംഹാസനവുമില്ല. റോമൻ ഭരണകൂടം ദൈവത്തിന്റെ സഭയെ തകിടം മറിക്കാൻ നോക്കി. പക്ഷേ റോമൻ ഭരണകൂടത്തിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിൽ അപ്പോസ്തലന്മാർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ വരുന്നവരെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന അഭിഷേകം ദൈവത്തിന്റെ സഭയുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവസഭ ദൈവത്തിന് സ്തോത്രം പറയണം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അതിന്റെ മാജസ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്, അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരമാണ്. ആമേൻ. വേഴ്സ് 21, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. ഒരു താഴ്വരയിൽ ചെന്നാൽ അത് മൗനമായിട്ട് നിൽക്കത്തില്ല. അതിനെ അവകാശം